ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇന്ത്യൻ സിനിമയിലെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ ചിത്രം. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. ഓണത്തിന് തിയേറ്ററുകളിൽ ലോക എത്തും. ലോക യൂണിവേഴ്സിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ഇത് ഹോളിവുഡ് ലെവൽ സൂപ്പർ ഹീറോ ചിത്രം തന്നെ. കൂടാതെ മലയാളത്തിലേക്കൊരു സൂപ്പർ ഹീറോയിനും. ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോയാണോ, ഇതൊരു മലയാള സിനിമയാണോ എന്നൊക്കെ ചോദ്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഓണം കളറാക്കാൻ വമ്പൻ റിലീസുകൾ എത്തുമ്പോൾ കൃത്യമായ പ്ലാനോടുകൂടി തന്നെയാണ് ദുൽഖർ സൽമാനും എത്തുന്നത്. നമുക്കറിയാം, മലയാളത്തിന്റെ പാൻ ഇന്ത്യൻ വിലാസമാണ് ദുൽഖർ സൽമാൻ. മാത്രമല്ല, ദുൽഖർ സൽമാൻ ഇന്ന് ഭാഷകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച താരം കൂടിയാണ്. മലയാളത്തിലും തെലുങ്കിലും ഒരുപോലെ സ്വീകാര്യൻ, തമിഴിലും ഹിന്ദിയിലുമെല്ലാം നിറസാന്നിധ്യമാണ് ദുൽഖർ സൽമാൻ. മറ്റൊരു മലയാളി താരത്തെയും ഇതര ഭാഷാ സിനിമാ ലോകം ഇങ്ങനെ സ്വീകരിക്കുകയോ സ്നേഹിച്ചിട്ടോ ഇല്ല. തങ്ങളിൽ ഒരാളായി കാണുകയോ ചെയ്തിട്ടില്ലെന്നാണ് നമുക്ക് നിസ്സംശയം പറയാം. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഷകളിലെയും സിനിമാ പ്രേമികളും സിനിമാ ലോകവും വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. അതെ, ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലൂടെ ഇന്ത്യൻ സിനിമയിലേക്ക് ആദ്യമായി ഒരു ലേഡി സൂപ്പർ ഹീറോ അവതരിപ്പിക്കപ്പെടുകയാണ്. ദുൽഖർ സൽമാനിലൂടെയാണ് ആ നേട്ടം സിനിമാ ലോകത്തേക്ക് എത്തുന്നതും. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു സൂപ്പർ ഹീറോ ചിത്രം തന്നെയാണ് ഇത്. ഡൊമിനിക് അരുണാണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത്. മെഗാ ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ആവേശകരമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. അതായത് ത്രില്ലിംഗ് ആക്ഷൻ രംഗങ്ങളും നിഗൂഢതയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ടീസറിന് മികച്ച വരവേൽപ്പ് തന്നെയാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഫാന്റസിക്കപ്പുറം ആക്ഷനും ഇമോഷനും ഒരുപോലെ പ്രാധാന്യം നൽകിയിരിക്കുന്ന ടീസറിന് മികച്ച അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലും നിറയുന്നുണ്ട്. ഒപ്പം ടീസറിന്റെ മേക്കിങ്ങിനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനും മികച്ച പ്രശംസ ലഭിക്കുന്നുണ്ട്. കല്യാണി പ്രിയദർശന്റെയും നസ്ലിന്റെയും പ്രകടനത്തിനും കയ്യടികൾ ഉയരുകയാണ്. ഓണം റിലീസായി ഓഗസ്റ്റ് 28-നാണ് ആഗോള റിലീസായി ചിത്രം എത്തുന്നത്. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആരാധകർ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. എന്നാൽ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകളൊന്നും തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടില്ല. ചന്തു സലീം കുമാർ, അരുൺ കുര്യൻ, ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒന്നിലധികം ഭാഗങ്ങളിലായി ഒരുങ്ങുന്ന ചിത്രം സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗം മാത്രമാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.